അപ്പോൾ ഈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്കായിട്ട് ഇടുന്നത്. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് 3/4 കപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളവും കൂടിയിട്ട് വേണ്ടി വരും കേട്ടോ. പണി കിട്ടി. ഒരു സ്നൈപ്പ്. അയ്യോ കൗണ്ടർ ടോപ്പ് കൊണ്ട് നന്നായി. അല്ലാണ്ട് ഞാൻ പഠിച്ചെടുക്കട്ടെ. പെട്ടെന്ന് അത് പൊട്ടിപ്പോയി. കുറച്ചും കൂടി വലിയ കുഴി കുടിക്കേണ്ടതായിരുന്നു. ശരി, ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത്. നമ്മുടെ പാലൊക്കെ ഇവിടെ കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എല്ലാം കൂടിയിട്ട് കുഴച്ചിട്ട് എടുക്കുമ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി നീരെടുക്കുക. ഇതും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഒരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. കാരണം ഇത് ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. ഇനി അടുത്തത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് ചേർക്കാം. പക്ഷെ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കണില്ല, അല്ലാണ്ട് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കാം. കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഇനിയും വെള്ളം ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് മുട്ട പിന്നെ നെയ്യും കൂടിയിട്ട് ഇതിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ. പാലൊക്കെ നമ്മുടെ എല്ലായിടത്തേക്കും പോയില്ലോ ഒക്കെ ഇതിൽ എടുക്കട്ടെ. എന്തെങ്കിലും അത് പോയതൊക്കെ ഞാനൊന്നേ ഇത് എടുക്കട്ടെ കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ സ്ക്രാപ്പർ എന്നാട്ടാ പറയുന്നത്. ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലല്ല, എന്തെങ്കിലും പൊടികളൊക്കെ കുഴച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വടിച്ചെടുക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ്. ചപ്പാത്തി കുഴച്ചിട്ട് എടുക്കണതിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അത്രയ്ക്കാണ് ടൈറ്റ് ആക്കിയിട്ട് എടുക്കണ്ടേ. കൗണ്ടർ ടോപ്പ് ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പാത്രത്തിലിട്ടാലും പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ തന്നെ അങ്ങോട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടത്. പക്ഷെ ഞാൻ കുഴി വെച്ചത് ചെറുതായിപ്പോയി, അതുകൊണ്ട് തന്നെ പാല് എല്ലാം ഓടിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ നനവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് നമ്മുടെ കൈമൊന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോഴേ അത് ശരിയായിട്ട് വരും. നമ്മുടെ കൈമയാണ് ചെറുതായിട്ട് പിടിക്കണുള്ളൂ, നമ്മുടെ കൗണ്ടർ ടോപ്പിനൊന്നും പിടിക്കണില്ല. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ തിരുമ്മിയിട്ട് കുഴയ്ക്കാമെന്ന് പറയില്ലേ, അങ്ങനെ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പ്രത്യേകിച്ച് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തിരുമ്മി നമ്മൾ കുഴച്ച് ഈ പൊടീനെ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അത്യാവശ്യം ഒരു 7-8 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് കുഴച്ചിട്ട് എടുക്കുക. ഓരോ പ്രാവശ്യം കുഴയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ സോഫ്റ്റ്നെസ് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നനഞ്ഞ തുണി വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മോൾ ഭാഗം ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ എന്തായാലും നമ്മുടെ കൈമ ഉണ്ടല്ലോ, അപ്പോൾ കൈ കൊണ്ടുകൊണ്ട് തൂത്ത് കൊടുത്താൽ മതി. അതിൻ്റെ അടിയിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നനഞ്ഞ എന്തെങ്കിലും തുണി നനച്ച് അതിൻ്റെ മുകളിലിടണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ കോഴിയുടെ മുട്ടയുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ണിക്ക് നല്ല കളറാട്ടോ. അതുകൊണ്ടാണ്
ഇതിനെ സാധാരണയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ചും കൂടി ഒരു മഞ്ഞ കളറിലിരിക്കുന്നത്. അപ്പം ഞാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ഉരുളിയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ചെറുതാക്കിയിട്ട് എടുക്കണ്ട. ചപ്പാത്തിക്ക് നമ്മൾ ബോൾ എടുക്കില്ല, അതിലും ഒരു ഇച്ചിയും കൂടി വലുപ്പത്തിലെടുക്കുക കേട്ടോ. അത് അത്രയ്ക്ക് വലുപ്പത്തിലെടുക്കുക. ആദ്യം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബോളായിട്ടൊന്ന് തിരിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കണേ. ഇതിൻ്റെ പരുവം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ചപ്പാത്തി ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ടല്ല കേട്ടോ കുഴച്ചിട്ട് എടുത്തേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചിങ്ങനെ ഒന്ന് മാവ് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 എണ്ണം എടുത്തേക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് ഇതിനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ തിരിപ്പിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് നല്ല ഒരു ബോളായിട്ട് കിട്ടും. അങ്ങനെ നല്ല ടൈറ്റിൽ തന്നെ ഇതിനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനുള്ള എയറൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. അല്ലെങ്കിൽ ഇത് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇത് പരത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടുതലാണല്ലോ ചെയ്തേക്കുന്നത്. ആ ഗോതമ്പൊടിയിലാണ് ആ ചെറിയ അതിൻ്റെ ഒരു തരിതരിപ്പ് പോലെ കാണുന്നില്ലേ. ഇത് ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ട് ഇരുന്നാൽ മാത്രമേ ഇതേപോലെ നമുക്ക് ഇത്രയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ചപ്പാത്തിയുടെ മാവ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ കുഴിച്ച് നമുക്ക് തന്നെ എടുക്കുമ്പോൾ ഇത്രയ്ക്ക് സോഫ്റ്റായിട്ട് നമുക്ക് തന്നെ കിട്ടില്ല. ഇതിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇരിക്കണതാണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ബോളായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിയേ ഒരു കുളം പോലെ വന്നേനുണ്ട്. അത് നമ്മളങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് എയർ ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ അതിങ്ങനെ എയർ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പരത്തുമ്പോഴായിരുന്നാലും അതിങ്ങനെ ബബിൾസ് പോലെ വരും. അപ്പോൾ അത് പൊട്ടും. അപ്പോൾ എല്ലാ ബോളും നമ്മൾ അതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തുറന്ന് വയ്ക്കരുത് ഒരു സമയത്തും. ഇതേപോലെ ഒരു നനഞ്ഞ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് സമയം തന്നെ വെക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ വെച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊറോട്ട നമുക്ക് അത്രയ്ക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കേ എന്ത് സോഫ്റ്റായിട്ടായിരിക്കണേന്ന് നോക്കിക്കേ, കണ്ട. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോളാക്കിയിട്ട് എടുക്കാം. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ മൂടി വെച്ചോട്ടെ. ഇനി നമ്മുടെ പൊറോട്ട ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടറാണ് എടുത്തേക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇതിന് മുമ്പ് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ട് നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ സാധനത്തിന് നമ്മൾ പറയണത് പാസ്ത കട്ടർ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ കട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ പോയിട്ട് പാസ്ത കട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള നൂൽ പൊറോട്ട നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബോളുണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഓയിൽ തൂത്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ നമ്മൾ പൊടി കുഴച്ചിട്ട് എടുത്തേക്കണം. അപ്പോൾ നമ്മളിത് പരത്തുമ്പോൾ അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല കനം കുറച്ചിട്ട് സാധനങ്ങളൊന്ന് ഒതുക്കി വയ്ക്കട്ടെ. കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മുടെ ചപ്പാത്തി പോലെ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തുമ്പോഴുണ്ടല്ലോ ഇതിങ്ങനെ നീളത്തിൽ പരത്തിക്കോട്ടെ. എത്ര കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. തോരം കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് നിങ്ങൾ പരത്തണം കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ടർ ഉണ്ടല്ലോ, ഈ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നല്ല നൂല് പോലെ വരും. എന്ത് ഈസി ആയിട്ടാണ് നമ്മളിതിപ്പോൾ വരഞ്ഞെടുത്തേന്ന് നോക്കിക്കേ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി ഓയിൽ ഇങ്ങനെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പൊറോട്ടയ്ക്ക് ആകുമ്പോൾ നമ്മൾ ഓയിലില്ലാണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലടാ. ഒരുപാട് വേണ്ട, കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മൾ
റോളാക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് എല്ലായിടത്തും ആവണ പോലെ അത്രയ്ക്ക് ഓയിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല. ഇതിനെ നമ്മൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമ്മളിങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2ൻ്റെയും തുമ്പിൽ പിടിക്കാം കേട്ടോ. തുമ്പിൽ മാത്രം പിടിച്ചാൽ മതി, ഇവിടെ ഒന്നും പിടിക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ വരഞ്ഞേക്കുന്നത് പൂട്ടാ. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക, ഒന്ന് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക, ഒന്ന് തളർത്തിയിട്ടിട്ട് അടിക്കുക. ഭയങ്കര കനത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വിട്ടു പൂട്ടാ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി ഓയിലും കൊണ്ടിട്ട് നമ്മളൊന്ന് തൂളിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് ഇവിടെ മുട്ടിക്കണോട്ടോ. ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. കണ്ട, ഇതിപ്പോൾ ഞാനിപ്പോൾ ക്യാമറയിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊക്കെ ചെയ്യാനാണ് ഇത്ര സമയം എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചപ്പാത്തി പരത്തി എടുക്കണം അത്രയ്ക്ക് സമയം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് ലാസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ശരിക്കും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ പരത്തുന്ന സമയത്ത് അത് അടിയിൽ നിന്ന് വിട്ടു പോട്ടാ. ഇത് നമ്മുടെ ലാസ്റ്റ് കണ്ടിട്ട് അതെ. അടിയിൽ ഒരുപാട് ഓയിൽ ഇതിൻ്റെ അടിയിൽ അങ്ങനെ നമ്മളെ ഇപ്പോൾ നേരത്തെ ചെയ്തോടത്ത് തന്നെ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിയിൽ ഓയിൽ കൂടുതലുണ്ടെന്ന് നമ്മളിങ്ങനെ പരത്തുമ്പോഴേ ഇത് നമുക്ക് കണ്ട് അത്രയ്ക്ക് പറന്നു പോവില്ല കേട്ടോ. ഓയിൽ അടിയിൽ ഇല്ലാത്തോടത്ത് വേണം വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട്. ഈ സൈഡും ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ലെയറൊക്കെ നല്ല തിരിഞ്ഞ് വരുള്ളൂ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഇതിപ്പോൾ കൈ വെച്ച് ചെയ്താൽ മതി, നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. മുകളിലും കുറച്ച് ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാസറോളിലായിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് ഇരുന്നോളൂ. നമുക്കൊരു 2 എണ്ണ അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നമുക്ക് തട്ടിയിട്ട് ഇതിൻ്റെ ലെയർ തിരിക്കണമല്ലോ. അങ്ങനെ ലെയർ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം 3 എണ്ണം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. 3 എണ്ണം ഞാൻ ചൂടാറിൻ്റെ കാസറോളിൽ വെച്ചേക്കായിരുന്നു. ഇത് തട്ടാൻ വേണ്ടിയിട്ട് പോട്ടെ. നമുക്ക് ലെയർ തിരിപ്പിച്ചിട്ട് എടുക്കാം. ഇതേപോലെ നന്നായിട്ട് മൊരിയണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തട്ടുമ്പോൾ തന്നെ നോക്കിക്കേ എന്ത് സോഫ്റ്റായിട്ട് എന്ത് ലെയറായിട്ടാണ് വന്നേക്കണേന്ന് നോക്കിക്കേ. ഒരുപാട് പ്രാവശ്യമൊന്നും തട്ടേണ്ടതൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ചൂടോട് കൂടിയിട്ടാണ് കഴിക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പ്ലേറ്റ് എടുക്കട്ടെ. അതിൻ്റെ ലെയറുകളൊക്കെ തിരിഞ്ഞ് വന്നേക്കണ നോക്കിക്കേ. പിന്നെ നമ്മൾ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ഈ ലെയറുകളൊക്കെ ഒന്ന് അങ്ങടെ ഒന്ന് തിരിയണം പോലെ ഇങ്ങനെ പരത്തണം കേട്ടോ. ഇങ്ങനെ ഒന്ന് വിടർന്ന് വരണ പോലെ. അതാണ് അതിൻ്റെ കറക്റ്റ് പേര്. ലെയറുകളൊക്കെ ഒന്ന് വിടർന്ന് വരണ പോലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 എണ്ണം വെച്ചിട്ട് കേട്ടോ റെഡി ആക്കിയിട്ട് എടുത്തത്. അത് നോക്കിക്കേ. നമുക്കൊന്ന് തട്ടാട്ടാ. ലെയർ തിരിക്കണ്ടേ. കാസറോളാക്കിയിട്ട് വെച്ചാൽ മതി, നല്ല ചൂടിലിരുന്നോ. അപ്പോൾ ഈ തട്ടാൻ വേണ്ടിയിട്ട് പോട്ടെ. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ലെയറൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു. എന്ത് സോഫ്റ്റായിട്ട് വന്നേക്കണേന്ന് നോക്കിക്ക്. കണ്ട, ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ലെയറുകളൊക്കെ തിരിഞ്ഞ് വന്നേന്ന് നോക്കിക്ക്. നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും. ലെയറുകളൊക്കെ ഉണ്ട്. ഇത് ഇനി ലെയർ വരും. ഞാനത് ഓടി തട്ടാം.
എന്ത് നന്നായിട്ട് ആ ലെയറൊക്കെ തിരിഞ്ഞ് വന്നേക്കണേന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ പറഞ്ഞ പോലെയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുക. ആദ്യം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ബോളാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ചിറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടും 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി, അപ്പം നന്നായിട്ട് ഇങ്ങനെ ലെയറുകളൊക്കെ വിടർന്ന് വരുന്ന പോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് നമ്മളത് ലെയറൊന്ന് തിരിച്ചിട്ട് എടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ പരത്തിയിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര കട്ടിയിലിരിക്കും. എന്നിട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറെ പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഇത് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടർ ആമസോണിൽ നിന്ന് കിട്ടും. പാസ്ത കട്ടർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കട്ടർ കിട്ടും. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം.